Good evening. Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. മാം ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരുന്നിട്ട് തലവേദനിക്കുന്നില്ലേ? തലവേദനിക്കുന്നില്ലേ ഇതിലൊക്കെ നോക്കിയിരുന്നിട്ട്? Thank you for the concern. തലവേദന മാത്രമല്ല കഴുത്ത് വേദന ഷോൾഡർ പെയിൻ കൂടുതലാണ്, തലവേദന കൂടുതലാണ്. ഐ നോ. എനിക്ക് നെക്ക് ഡിസ്ലൊക്കേഷനും ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. Good evening, ma'am. ഗുഡ് ഈവനിങ്. നമ്മുടെ ഒരു പാഷൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. നമ്മുടെ പാഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സഫർ ചെയ്യും. പിന്നെ അത് മാറാൻ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. യെസ് പ്ലീസ്. ഗുഡ് ഈവനിങ്. പിള്ളേരൊക്കെ ഗുഡ് ഈവനിങ് പറയുമ്പോ നമ്മളിപ്പോ നഴ്സറിയിലാണോ എന്നൊരു വിചാരം. ഗുഡ് ഈവനിങ്. അമ്മയെ പഠിപ്പിക്കാൻ വന്നിരിക്കുവാണോ? ഞാൻ ചില സമയത്ത് ഇരുന്ന് ഉറങ്ങാറുണ്ട് ലാപ്ടോപ്പിന്റെ മുമ്പില്. കുറെ ഇത് കഴിഞ്ഞ് കുറെ വർക്ക്. ഗുഡ് ഈവനിങ് മാം. കുറെ നേരമായി ക്ലാസ് തുടങ്ങിയിട്ട്. ഇല്ലില്ല. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് മെസ്സേജുകളും വരുന്നുണ്ട്. വീഡിയോ മീൻസ് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ മെസ്സേജസ് കുറെ വരുന്നുണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. Okay. Can we start? Who is going to do prayer? നമ്മുടെ ബേബീസ് ആരെങ്കിലും പ്രയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? ബേബീസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പ്രയർ ചെയ്യാം. എന്റെ മോള് പ്രയർ അറിയും. ആരുടെ ഫൈസയുടെ ആണോ റുബൈസയുടെ ആണോ? രണ്ടുപേരുടെ ഓഡിയോ ഒരേ സമയത്ത് ഓണായപ്പോ ആരാന്നൊരു കൺഫ്യൂഷൻ. എന്റെ പേര് ഫൈസ. എന്റെ മോള് പറയാന്ന് പറയുന്നുണ്ട് പ്രയർ. ഓക്കെ ഓക്കെ പ്ലീസ്. വെരി ഗുഡ്. ഓക്കെ മോളു സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് ഈവനിങ് മിസ്. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So high, you can't get around it. Oh, wonderful love. താങ്ക് യു. താങ്ക് യു മോളു. നന്നായില്ലേ? ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ വാട്ട്സ് നെക്സ്റ്റ്? കോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം മാം. ഓക്കെ. Good evening ma'am. Tamanna from Trivandrum. Okay, quote of the day. The great aim of education is not knowledge but action. Herbert Spencer. Thank you ma'am. നമ്മള് പ്രെയർ ചെയ്ത മോളുവിന് കുറെ മെസ്സേജസും കുറെ എന്താ പറയാ റിയാക്ഷൻസ് ലവ് എല്ലാം വരുന്നുണ്ട്. ക്ലാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ. എനിത്തിങ് എൽസ് ലൈക്ക് സൈനിങ്? Thank you, miss. ഓൾ ദ ബെസ്റ്റ്. ഏതൊക്കെ ബാച്ചിൽ കുറെ പേര് സൈനിങ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരുന്നു. ലൈക്ക്
ആക്ഷൻസിലൂടെയൊക്കെ സൈൻ ഇൻ ചെയ്തിരുന്നു. എനിബഡി റെഡി ടു ഡു സൈൻ ഇൻ? ഞാൻ പറയട്ടോ മാം? സൈൻ ഇൻ പറയുകയല്ല, ആക്ഷൻ ആണ്. അയ്യോ, കൊച്ചു പിള്ളേരൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ മാം. നമ്മളൊക്കെ വയസ്സായി. ഒരു ഇന്നർ ചൈൽഡ് എല്ലാവരുടെ ഉള്ളിലില്ലേ? എന്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിയട്ടെ മാം. പുറത്തെടുക്കാൻ അല്ലേ? ഓക്കെ. ഓക്കെ ജോളി പ്ലീസ്. ഇപ്പൊ സൈൻ മാത്രം പറയാം മാം. Good evening, respected ma'am and all the classmates. I am Jolly from Chennai. Now I am saying to on quote says Abraham Lincoln. The things I wanted to know are in books. My best friend is the man who will get me a book I ain't read. Thank you, ma'am, and thank you so much. വെരി ഗുഡ്. നൈറ്റ് ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മള് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള ടൈമാണ്. അതേ ഉള്ളൂ മിസ്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലൈവായിട്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, ഉച്ചക്കത്തെ ക്ലാസ് വർക്കിംഗ് ആയതുകൊണ്ട് കേൾക്കാൻ ലൈവ് കിട്ടത്തില്ല. ഓക്കെ ഫൈൻ. ഞങ്ങൾക്ക് കുറച്ച് പാടാണ്, കുട്ടികളുള്ള കാരണം മെയിൻറ്റെയിൻ ചെയ്യാനേ. അവരൊക്കെ കൂടെ ഉണ്ടാവുമ്പോ ബഹളം ഉണ്ടാക്കുമ്പോ. ശരി. ഇപ്പൊ ഫുഡ് കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഇനി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. മൈക്ക് ഓൺ ചെയ്ത് എന്തെങ്കിലും പറയുമ്പോഴേ ബഹളായിരിക്കും. മാം ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഇൻക്ലൂഡിങ് മീ, നമ്മളെല്ലാരും നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ ഇരിക്കുന്ന കാരണേ പലപ്പോഴും അതൊരു ശരി തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ നമ്മുടെ പ്രൈവസിയിൽ ഇരുന്നായിരിക്കും ക്ലാസ് കാണുന്നത്. സോ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് മ്യൂട്ട് ചെയ്തൊക്കെ വെക്കുക. അതെ, കുട്ടികളല്ലേ, അവരിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവർക്കൊരു കൗതുകമായിരിക്കും മമ്മീസ് ഇങ്ങനെ വന്നിരിക്കുന്നത്. Excuse me, ma'am. യെസ് പ്ലീസ്. Ma'am, I had a doubt, ma'am. Can I ask you? യാ ഷുവർ. Ma'am, actually you gave an assignment in classroom, no? യെസ്. And already I had submitted day before yesterday, I think. And I got the marks also. And Okay. I saw a comment in the comment box. My assignment is not that much clear. So I have to resubmit it once more. Actually, I got the marks also. Okay, fine. So who was that? My name is Veena, ma'am, and I am from Varkala. Okay, Veena. Actually, the thing is that when we the facilitators are preparing the assignment, we will give all the details regarding that assignment to the to a team who is evaluating the assignment. Let me consult with them, and after that, I will get back to you. Okay. I think I can be back to you next class now, maybe on tomorrow. Tomorrow also I am taking the class. That time I will clarify your doubt. Okay. What's your full name, Veena? My name is Veena Jayesh, ma'am. That is the official name you had given to the institute, right? Yes, ma'am. Okay, fine. I will get back to you. Okay, are you not satisfied with the marks? Yeah, I am satisfied with the marks because I saw just the comment. It's not clear, ma'am, because I don't have enough time to submit. All the time, and I am just submitting this. I am studying all this. I can't regularly attend the live class, so I'm just going on with the record class, ma'am. Okay, fine. Okay, so tell me one thing: is it whether it was handwritten or anything like typed? No, ma'am, it was handwritten. Okay, let me check with the team. Okay, after that I will tell you the reason why they had given that comment. Okay. Actually, I had submitted Ashwati ma'am's PG teacher, the Ashwati ma'am, her assignment also, ma'am. She also commented the same thing, some clarity issue. So if it clear, I can resubmit it once more if needed. If needed, I Let will me check submit with them, because one team is evaluating this assignment and all the things. Because when we are preparing the assignment, we will give them the instructions like what all contents should be there in each assignment. So they will check that assignment according to that. After that, they are just giving you the marks.
because it is Okay. easy for us to verify all the assignments of the students. So the team is just evaluating that. So let me check with them. Okay, ma'am. One more doubt. After submitting the assignment, ma'am, there is an option called a hand in. We have to press that option. Yes. Okay, then only our assignment will submit there. Yes. Veena, did you see one message in the chat box? Because somebody has written like maybe your camera issue, maybe it is not focused. Like when we take the image or whatever it is, you are taking the image or converting it to PDF? No, ma'am, I'm just taking by camera. I think my camera issue is there. Maybe that is that. They are not commenting about the content. I think they are just commenting about like the that clarity is less in that visual. That may be. Okay, ma'am. Okay, better next time I will do it very clearly, ma'am. Sorry, ma'am. Okay, thank you. Okay, anyway, I will check with them. Okay, no worries. Okay, ma'am. Okay, ma'am. Thank you, ma'am. Thank you so much. Okay, so where were we? Just Education management. Educational management, right? നമ്മൾ അവിടെയായിരുന്നു അല്ലെ? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഹൗ ദ മാനേജ്മെന്റ് ഈസ് ഗോയിങ്, അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം പല പല ഏരിയാസിൽ മാനേജർ സ്കിൽസ് ഉണ്ട്. അതായത് ഇപ്പോ ഹോസ്പിറ്റൽ സെക്ടറിൽ ഉണ്ടാകും, പിന്നെ എവിടെയൊക്കെ ഉണ്ടാവുക, എഡ്യൂക്കേഷണൽ സെറ്റിംഗിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ജനറലി വാട്ട് ഇസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് നടക്കുന്നത്, ആരൊക്കെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്കറിയാവുന്നത് ആരൊക്കെയാണ്? ജസ്റ്റ് ലൈക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾ. ജസ്റ്റ് നമ്മൾ പഠിച്ചൊരു സ്റ്റുഡൻസ്, പേരൻസ്, ടീച്ചേഴ്സ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻസ്, ഗവൺമെന്റ് ഓൾസോ. ഗവൺമെന്റിന് വലിയ ഇതില് ഒരു പങ്കുണ്ട്. പിന്നെ ലോക്കൽ ബിസിനസ്, നമ്മുടെ ബുക്സ് ഒക്കെ കൊണ്ടുവരുന്ന, അതായത് പ്രിന്റിങ് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. യൂണിവേഴ്സിറ്റി. യെസ്, ഓക്കെ. പാരന്റ്സ്, നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മുടെ കുട്ടികളുടെയൊക്കെ ആനുവൽ ഡേ നടക്കുന്ന സമയവും നടന്നു കഴിഞ്ഞ സമയമായിരുന്നു. ആ ആനുവൽ ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അല്ലെ. നമുക്ക് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം കിട്ടും, എഡ്യൂക്കേഷണൽ സെറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടും. ആ ഒരു ലോക്കൽ അതോറിറ്റി, ലൈക്ക് അവിടുത്തെ വാർഡ് മെമ്പർ, കൗൺസിലർ ആണെങ്കിൽ കൗൺസിലർ, ചെയർപേഴ്സൺ ആണെങ്കിൽ ചെയർപേഴ്സൺ, MLA ഉണ്ടോ MLA, സംടൈംസ് MP, സംടൈംസ് എന്താ പറയാ, അവിടെ നിന്ന് പോയ മറ്റുള്ള സ്റ്റുഡൻസ്, പാരന്റ്സ്, അവിടെ നിന്ന് പോയ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ കുറെ ആളുകൾ അവിടേക്ക് വരും. പിന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്, ചില സ്കോളർഷിപ്പ് ഒക്കെ സ്പോൺസർഷിപ്പ് ചെയ്ത ചില ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫേമോ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലുള്ള ആൾക്കാരെയും അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാകും ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗിലെ ഏതെല്ലാം ഏരിയകളിൽ നിന്നും ഉള്ള ആൾക്കാർ അവിടേക്ക് വരുന്നു എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഈ പറയുന്നത്. നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മള് മനസ്സിലാക്കിയ ഒരു എഡ്യൂക്കേഷൻ, ഇതെന്തോ മോണ്ടെസോറി മെത്തേഡിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. മോണ്ടിസോറി മെത്തേഡ് വരണമെന്ന് തന്നെയില്ല, നമ്മൾക്കിപ്പോ ഒരു ഐഡിയ, നമ്മളൊരു ആസ് എ പാരന്റ് ആയിരിക്കുമ്പോഴും, നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ നമ്മളൊരു പാരന്റ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രൊഫഷനിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ലെക്ചർ അല്ല. ഒരു ടീച്ചർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്ന വേർഡ്സ് മാത്രമല്ല, അവരുടെ ടോക്ക് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് കുട്ടികളിലേക്ക് നോളജ്
കൊടുക്കേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് പ്രിന്റഡ് മെറ്റീരിയലിൽ ഇരിക്കുന്ന കുറെ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ലെക്ചർ ചെയ്യുക എന്നുള്ളതല്ല. അതിന്റെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബോണസ് ആയിട്ട് കുട്ടികളിലേക്ക് കുറെ കാര്യങ്ങൾ വരണം. വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ആ രീതിയിൽ വേണം എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകാനായിട്ട്. യെസ് യെസ് പ്ലീസ്, എന്നോടാണോ? ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യൂ. വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് മീനിങ്? ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികളുടെ സ്കൂളിലെ രീതികള്, അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവിടുത്തെ ലേണിംഗ് പ്രോസസ്, പഠിപ്പിക്കുന്ന രീതി. നമ്മൾ പറഞ്ഞു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലേണിംഗ് പ്രോസസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് പ്രോസസ് ആണ്, അല്ലെ? അപ്പൊ അവിടെ ലേണർ ഉണ്ടാകും, പഠിക്കുന്ന ആൾ, നമ്മുടെ സ്റ്റുഡന്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ആ വേർഡൊക്കെ ഒന്ന് മാറ്റുക, കുറച്ചുകൂടെ ഒന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ഫോർമുല വേർഡ് പറയുവാണ്. ലേണർ ഉണ്ടാവും. അപ്പൊ കുട്ടികളെ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്ന ട്രെയിനർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. ടീച്ചർ എന്നുള്ള വേർഡ് നമ്മളൊന്ന് മാറ്റി. പിന്നെ അവർ പഠിക്കുന്ന ഒരു എൻവയോൺമെന്റ്, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്ന എൻവയോൺമെന്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഗൂഗിൾ മീറ്റ് ഡെഫിനറ്റ്ലി. ഓക്കെ, പിന്നെ ഇപ്പൊ ലേണിംഗ് പ്രോസസ്, ലേണർ, ട്രെയിനർ ഓർ ഫെസിലിറ്റേറ്റർ. പിന്നെ നമ്മളൊരു കാര്യം ലേൺ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടുന്നു, പല ഏരിയയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ചില സമയത്ത് നമ്മുടെ ഡിസ്കഷൻ നല്ല റിസൾട്ടിലേക്ക് പോകുന്നു. യെസ്, ലേണർ, ലേണിംഗ് പ്രോസസ്, അങ്ങനെ ഡിസ്കഷനിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ നിന്ന് കുട്ടികൾക്ക് എന്താണ്, കുട്ടികൾക്കും കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ആ ഫെസിലിറ്റേറ്റർക്കും കിട്ടുന്നത് എന്താണ്, കുറെ എക്സ്പീരിയൻസുകൾ, ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇത്രയും പോകുന്നു. വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സീനിയർ ബാച്ചിലുള്ളവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. ലേണിംഗ് പ്രോസസ് നടക്കുന്ന എൻവയോൺമെന്റ്, ലേണർ, ട്രെയിനർ ഓർ ഫെസിലിറ്റേറ്റർ, ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിവൺ? ഓക്കെ, ഫൈൻ. ആ ഒരു പാരഗ്രാഫ് സിറ്റുവേഷൻ, ലേണർ, അതായത് സ്റ്റുഡൻസ് ആണ്. നമ്മൾ എല്ലാത്തിനെയും ഒന്ന് അതിനെ മോഡിഫൈ ചെയ്യുക. ആ പേരുകളൊക്കെ ഒന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സയന്റിഫിക് ഒരു നല്ലൊരു ഫോമിലേക്ക്, ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റുക. ലേണർ, ദാറ്റ് ഈസ് അവർ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മളിപ്പോ ഇതാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ്, സോ ലേണർ, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഇതിലിപ്പോ ആരാ, ജസ്നി പറയാണ്, ജസ്നി ഞാൻ ലേണർ ആണ്, അല്ലെ? ജസ്നി ലേണർ ആണ്. സോ ജസ്നിയുടെ കൂടെയുള്ള ബാക്കിയുള്ളവര്, ബാക്കി ഇത്രയും പേരില്ലേ, 127 പേര് ജസ്നിയുടെ കൂടെയുണ്ട്. അപ്പൊ അത്രയും പേര് കോ ലേണേഴ്സ് ആണ്. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ, കറക്റ്റ് ഒരു വാക്ക് പറയുവാണെങ്കിൽ, മലയാളം പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു മലയാളം വേർഡ് കിട്ടാനാണ്. എന്താ മലയാളത്തിന് ലേണർ എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയാ? പഠിതാവ്. യെസ്. അപ്പം ജസ്നി ലേണർ ആണെന്നങ്ങ് പറഞ്ഞു, പഠിതാവ് എന്ന് പറഞ്ഞു. സോ ജസ്നിയുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ കോ ലേണേഴ്സ്, സഹപഠിതാക്കൾ. യെസ്, അതാണ് സ്റ്റാൻഡേർഡ് വേർഡ് ആ ഒരു ഇതിന് വരുന്നത്. സോ ലേണർ, ദാറ്റ് ഇസ് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിനെയാണ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനർ ഓർ ഫെസിലിറ്റേറ്റർ, ആപ്റ്റ് വേർഡ് ഫെസിലിറ്റേറ്റർ ആണ്. ദെൻ അവർ പോകുന്ന ലേണിംഗ് പ്രോസസ്, അവരുടെ ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ, ലേണിംഗ് പ്രോസസ്, അതിൽ നിന്നും രണ്ടു പേർക്കും, അതായത് ലേണറിനും ട്രെയിനർക്കും ഫെസിലിറ്റേറ്ററിനും കിട്ടുന്ന കാര്യങ്ങളാണ് ലേണിംഗ് എക്സ്പീരിയൻസസ്. പിന്നെ അവർ പഠിക്കുന്ന ആ ഒരു എൻവിയോൺമെന്റ്. നമുക്കിവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റ് ആണ് നമ്മുടെ എൻവിയോൺമെന്റ് എങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവര് ഓഫ്ലൈൻ ആയിട്ട് ലൈവായിട്ട് ഗ്രൗണ്ട് ലെവലിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് എൻവിയോൺമെന്റ്. സോ ഇത്രയും കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. സോ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.
കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? ക്ലിയർ ആയല്ലോ? യെസ്. ആ ലേണിംഗ് എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ആ ഒരു ടെക്സ്റ്റിനുള്ളിൽ നിൽക്കാതെ വൈഡ് സ്പെക്ട്രത്തിലേക്ക് അവർ പോകുന്നു, ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു കുറേ കാര്യങ്ങൾ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പൊ സ്കൂളുകളിൽ അല്ലെ, സ്കൂളുകളിലും കോളേജുകളിലും ആക്ടിവിറ്റീസ്. റീഡ് ചെയ്ത് കഴിഞ്ഞില്ല? ഓക്കെ പ്ലീസ്. കുറേ തംസപ്പ് വന്നപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. അല്ല മാം, ആരോ കമന്റ് ഇട്ടിരുന്നു വീഡിയോ കട്ടാവുന്നുണ്ട്, അതിനാ നോ കമന്റ് ചെയ്ത്. ആണോ? ഓക്കെ കേട്ടോ. എനിക്കിപ്പോ റേഞ്ച് ഇഷ്യൂ ഒന്നും എനിക്കിവിടെ കാണുന്നില്ല. പല പല സ്ഥലങ്ങളിലല്ലേ ഇരിക്കുന്നേ, നെറ്റ്വർക്ക് ഇഷ്യൂസ് വരും. അതൊന്ന് സെറ്റ് ആവാൻ ഒരു 1 വീക്കിനുള്ളിലൊക്കെ ശരിയാകും. റേഞ്ച് പോയി. യെസ്. സോ പഴയ പോലെയല്ല, ആ ഒരു പുസ്തകത്തിനുള്ളിൽ ആ ഒരു നമ്മളുടെ ആ ഒരു സിലബസ്, ആ ഒരു കണ്ടന്റ് അതിന്റെ ഉള്ളിൽ നിൽക്കാതെ നമ്മൾ വൈഡ് സ്പെക്ട്രത്തിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ ഒരു നോളജ്, കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നു. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് നോളജ് ആയിട്ട് മാറുന്നു അല്ലെ. ഈ നോളജ് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം വിസ്ഡം. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭയങ്കര ബുദ്ധിയാന്നൊക്കെ നമ്മൾ പറയില്ലേ. എല്ലാവർക്കും കിട്ടുന്ന സാധനം ഒരേപോലെയാ, ബട്ട് അവന് ഭയങ്കര ബുദ്ധിയാന്ന് നമ്മൾ പറയുന്നത്. മീൻസ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, അവരതിനെ ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് നോളജ് വിസ്ഡമിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ഇതെല്ലാം ഇതിന്റെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബോണസ് പോലെ ഇവരിൽ വരുന്നതാണ്. അങ്ങനെ എന്താ നമ്മളുടെ ലക്ഷ്യം എന്താ, എയിം എന്താ? മേക്ക് ദം പ്രൊഡക്റ്റീവ് members of society. So we are committed to the society അല്ലെ. നമ്മൾക്ക് വേണ്ടുന്ന കുറേ കംഫർട്ട് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മദർ നേച്ചർ ഇസ് ഗിവിംഗ് മെനി റിസോഴ്സസ് ലൈക്ക് വാട്ടർ, ഷെൽട്ടർ, അങ്ങനെ പല പല രീതിയിലുള്ള കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സൊസൈറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വി ആർ കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ വി ആർ കമ്മിറ്റഡ് ടു ദ നേച്ചർ അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് ലേണിംഗ് പ്രോസസ് അതിന്റെ ഫുൾഫില്ലിൽ എത്തുന്നത്. We know that വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉണ്ടാകും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വെള്ളം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളൊരു പ്രൊഡക്റ്റീവ് മെമ്പർ ആവുന്നത് ആ സൊസൈറ്റിയുടെ. ഫുഡ് വേസ്റ്റ് ചെയ്യരുത് നമുക്കറിയാം. നമ്മൾ അത് ആ രീതിയിൽ നമ്മളെ പെരുമാറുമ്പോൾ, അപ്പൊ എനിക്ക് കുറച്ച് ഭക്ഷണം മതി, എനിക്ക് പറ്റുന്നത് കുറച്ച് ഭക്ഷണം മതി, കാരണം വേസ്റ്റ് ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളത് ചിന്തിക്കുമ്പോൾ അതാണ് നമ്മുടെ ലേണിംഗിലൂടെ നമ്മൾ പോകുന്നത്. ഒരു സബ്ജക്ട് എടുത്ത് നമുക്ക് പഠിക്കാം, കാണാതെ പഠിക്കാം, ബൈ ഹാർട്ട് ചെയ്തത് കാണാതെ എഴുതി വെക്കാം, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ലേണിംഗ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ഇൻഫർമേഷൻ, നമ്മൾ ആ ഇൻഫർമേഷനിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് നോളജ് ആയിട്ട് വരും. ആ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തും പഠിക്കാം, എന്ത് കാര്യവും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും, നമ്മളത് കാണാതെ പഠിക്കുന്നു, നമുക്ക് എഴുതാം. ബട്ട് അതൊരു തിമാറ്റിക് ലേണിംഗ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യണം നമ്മുടെ ലൈഫിൽ. നമ്മൾ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ നോക്കും, ബട്ട് നമ്മൾ ആദ്യം നമ്മളൊന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നമുക്കത് പറയാനുള്ള വോയിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യണം. അതിന് പകരം കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ കാണിച്ചു കൊടുക്കണം വാട്ട് വി ആർ ഡൂയിങ്. സോ അത് കാണുമ്പോൾ കുട്ടിയും ഒന്ന് ചിന്തിക്കും, യെസ് ഐ ഹാവ് ടു ഡു ലൈക്ക് ദിസ് ഇസ് ദ റൈറ്റ് വേ എന്ന് അവർ വിചാരിക്കും. അല്ലാതെ അവരെ ഷൗട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞ് പണിഷ് ചെയ്ത് ദിസ് ഇസ് ദ റൈറ്റ് വേ, യു ഹാവ് ടു ഡു ലൈക്ക് ദിസ് എന്നല്ല പറയേണ്ടത്. അതൊക്കെയാണ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിലൂടെ വരുന്നത്. നമുക്ക് എന്ത് സബ്ജക്റ്റ് പഠിക്കുക, അപ്പൊ നാളെ നിങ്ങൾക്ക് വലിയൊരു ടോപ്പിക് തന്നിട്ട് നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിബഡി വിൽ ഡു. ബട്ട് അത് ഒരു ലേണിംഗ് പ്രോസസ് അല്ല, ഇറ്റ് ഇസ് എ സബ്ജക്ട് സ്റ്റഡി. വേണ്ടത് ലേണിംഗ് പ്രോസസ് ആണ്. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി അതായിട്ട് മാറണം. സോ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സെയിം തന്നെ. നമ്മൾ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തെല്ലാം പറഞ്ഞു, പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൽ വരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഞാൻ, അശ്വതി മിസ്, അതുപോലെ അപർണ മിസ്, പലരും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ. വി ആർ ദ ഹ്യൂമൻ റിസോഴ്സസ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഞങ്ങളും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് പ്രോപ്പർ ലേണിംഗ് പ്രോസസ്സിലൂടെ ലേണേഴ്സ് പോകുള്ളൂ. അപ്പോൾ ലേണേഴ്സിനും എക്സ്പീരിയൻസസ് ഉണ്ടാകും, ഞങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാകും.
അടുത്ത ബാച്ച് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വളരും. അങ്ങനെ പോകും. അങ്ങനെ എഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെന്താ, ഇത് ദുരുപയോഗം എന്നുള്ളത് ഇവിടെ വരുന്നില്ല. എഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു അച്ചീവ് ഓഫ് ടീച്ചിങ് എക്സ്റ്റൻഷൻ, അതായത് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ ഇപ്പൊ നിങ്ങൾ കടന്നു പോകും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ വർക്ക്, ഒരു സർവേ, നിങ്ങൾ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോയി സർവേ ചെയ്യാൻ പറയുമ്പോൾ ഒരു ഹെസിറ്റേഷനും ഇല്ല. യു പീപ്പിൾ ആർ റെഡി ടു ഡു ദാറ്റ്. ആ രീതിയിൽ കേപ്പബിൾ ആക്കി മാറ്റുവാണ്. ഒരു റിസർച്ച് ചെയ്യാനായിട്ട് പറയുന്ന ഒരു ടോപ്പിക് തന്നിട്ട് ഒരു ഏരിയയിൽ പോയി, റൂറൽ ഏരിയയിൽ പോയിട്ട് റിസർച്ച് ചെയ്യുക. അവിടുത്തെ കുട്ടികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ അവിടുത്തെ ലെവൽ ഓഫ് ലിവിങ്, സോഷ്യൽ ലൈഫ്, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു ഡൗട്ട്സ് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി യു പീപ്പിൾ വിൽ ഗോ ആൻഡ് ഡു ഇറ്റ് വെരി നൈസ്ലി, അല്ലെ? ആ രീതിയിൽ ആയി മാറണം ലേണേഴ്സ്. അതാണ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം. അല്ലാതെ ഫുള്ളി ഡൗട്ട്, ഞാൻ ചെയ്താൽ ശരിയാവും, അത് ശരിയാവും, എങ്ങനെ ഞാൻ പോകും, ആദ്യം ഞാൻ എന്താ ചെയ്യട്ടെ, എവിടെ നിന്ന് ഞാൻ തുടങ്ങണം, അങ്ങനത്തെ ഡൗട്ട്സേ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ റെഡിയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് റെഡിയാണ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് പാരഗ്രാഫ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. അതൊന്ന് റീഡ് ചെയ്യൂ, നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? പ്ലീസ്. മാം, ഇവിടെ നമ്മൾ ഈ ബൈ യൂട്ടിലൈസിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിൽ ടീച്ചേഴ്സിനെ അല്ലേ? അപ്പൊ അവിടുത്തെ മെറ്റീരിയൽ റിസോഴ്സസ് ആണോ മാം പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ റിസോഴ്സസ് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റഡി സറൗണ്ടിങ്സ് അങ്ങനെയാണോ? അവിടുത്തെ എൻവിയോൺമെന്റ്, അവിടുത്തെ മാക്സിമം വരുന്ന ലൈക് ലൈബ്രറി, അതൊരു മെറ്റീരിയൽ റിസോഴ്സസ് ആണ്, അല്ലെ? അതാ ഞാൻ ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ. ശരി, റെഡി ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാരും റെഡി ചെയ്തോന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. സോ ഇതിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്. ഓക്കെ, സോ നേച്ചർ ആൻഡ് സ്കോപ്പ് നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? എന്തിലേക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒരു ഏരിയ കുറച്ച് ആളുകൾ താമസിക്കാന്ന് വിചാരിച്ചു. അവിടെ എഡ്യൂക്കേഷൻ കുറവാണ്, ലെസ് ആണ്, എഡ്യൂക്കേറ്റഡ് അല്ല അവിടുത്തെ ആളുകൾ. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലൈഫ്, സോഷ്യൽ ലൈഫിന്റെ ലെവൽ അതെങ്ങനെയായിരിക്കും കമ്പയർഡ് ടു അതർ പ്ലേസ്? അവിടെ എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എല്ലാ ജനറേഷനിൽ പെട്ടവര് അറ്റ്ലീസ്റ്റ് ആ ഒരു ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്കിലും ഉണ്ട്. കുട്ടികളെല്ലാം കൂടുതൽ പഠിക്കുന്നു. നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും അവരുടെ സോഷ്യൽ ലൈഫില്, അല്ലെ? അവരുടെ എക്കണോമിക് ലെവൽ, കൾച്ചറൽ ഗ്രോത്ത്, എല്ലാത്തിലും ആ ഒരു ഡിഫറൻസ് വരും. ഒരു മൂവിയിൽ കണ്ടതാണ്. ഒരു ഏരിയ മുഴുവനും ഇതുപോലെ പല കുഞ്ഞു കേസുകളൊക്കെ ആയിട്ട്. ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. രണ്ട് ഏരിയ,
രണ്ട് കമ്മ്യൂണിറ്റി ആളുകൾ ജീവിക്കുന്ന സ്ഥലം. ഒരു സ്ഥലത്തുള്ളവര് അവരുടെ എഡ്യൂക്കേഷൻ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അവിടെ പലരും സ്കൂളിൽ പോകുന്നില്ല. എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ വളരെ ലോ ആണ്. വേറൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈവൻ ദോ അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും കുട്ടികളെ അവർ നല്ല നിലവാരത്തിൽ പഠിപ്പിക്കുന്നു. അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. അവരുടെ സോഷ്യൽ ലൈഫിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ എക്കണോമിക് ലെവലിൽ വ്യത്യാസം ഉണ്ടാവും, കൾച്ചറൽ ഗ്രോത്തിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെ, കോൺഫിഡൻസ് ലെവൽ എല്ലാം ഒരു ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഇത് ഒരു മൂവിയിൽ ഇങ്ങനെ കണ്ടതാണ്. അവര് ഫോഴ്സ്ഫുള്ളി അവരൊരു സ്ലം ഏരിയയിൽ ജീവിക്കുകയാണ്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. അതായത് കള്ളന്മാരുണ്ട് അതിനകത്ത്, ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര്, പക്ഷെ മനസ്സുകൊണ്ട് നന്മയുള്ള മനുഷ്യർ. അപ്പൊ ഇവര് ഓൾറെഡി ഇങ്ങനെ മോഷണ കുറ്റത്തിനൊക്കെ ജയിലിലൊക്കെ പോയത് കാരണം ഇവരെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുക. അങ്ങനത്തെ ഒരു സൊസൈറ്റി. അപ്പൊ അവിടെ നിന്ന് ഒരു കുട്ടി പുറത്തു പോയി പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാലും അതിനൊട്ടും പഠിക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള വേറൊരു ഗ്രൂപ്പിലേക്ക് മേർജ് ആവുന്നില്ല. ആ രീതിയിലുള്ള അവരുടെ വേ ഓഫ് ലൈഫ് അങ്ങ് താഴ്ന്നു പോകും. അപ്പൊ അതുപോലെ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. അപ്പൊ വേറൊരാള് വന്ന് അവർക്കൊരു റിഫോർമേഷൻ ഒക്കെ കൊടുക്കുന്നു, അവരെല്ലാം നല്ല രീതിയിലേക്ക് ആവുന്നു. അങ്ങനെയൊക്കെയാണ്. മൂവിയാണല്ലോ, കൊമേഴ്സ്യൽ സൈഡിലല്ലേ, മൂവിയുടെ രീതി അതായിരിക്കും. എഡ്യൂക്കേഷൻ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകും, എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാകും, അതുപോലെ തന്നെ കൾച്ചർ ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, നമ്മളെപ്പോഴും പഴയ കാലത്ത് കണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം വളരെ കുറഞ്ഞവരെ അടിച്ചമർത്തുന്ന പല കഥകളും റിയൽ സ്റ്റോറീസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ മാക്സിമം ദുരുപയോഗപ്പെടുത്തുന്നു, ജസ്റ്റ് ലൈക്ക് ഒരു സ്ലേവ്സ് പോലെ ആയി പോകുന്ന രീതിയിലുള്ള ഒരു ലൈഫ്. ബട്ട് വൺസ് they become aware about all the things like values, all the rules, regulations, അങ്ങനെ നിയമവ്യവസ്ഥയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. പലരും പഠിക്കാനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ അറിയുമ്പോഴേക്കും ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടാനായിട്ട് അവര് പിന്നെ റെഡി ആകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കേസ് മിസ്സേ വോയിസ് കട്ടാവുന്നു മിസ്സേ. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവണം. വായിച്ചിട്ടുണ്ട്, മൂവികളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എഡ്യൂക്കേഷനിൽ ഇങ്ങനെ ത്രൂ എഡ്യൂക്കേഷൻ ഇങ്ങനെ കുറെ വാല്യൂസ് ആളുകളിലേക്ക് വരും. നോളജ് മാത്രമല്ല, സോഷ്യൽ. മിസ്സേ ഒന്നും കേൾക്കുന്നില്ല, വോയിസ് കട്ടാവുന്നു മിസ്സേ. എനിക്ക് റേഞ്ച് ഫുൾ ആണ് കാണുന്നത്. ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് മാം. ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം. പറഞ്ഞതെല്ലാം ക്ലിയർ അല്ലായിരുന്നു. ആണോ? എന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ. സോ അപ്പൊ എഡ്യൂക്കേഷന് എന്തെല്ലാം മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. എക്കണോമിക് ലെവലില്, സോഷ്യൽ ലൈഫില്, കൾച്ചറൽ ഗ്രോത്തില് എല്ലാം കുറെ വ്യത്യാസം എഡ്യൂക്കേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ത്രൂ എഡ്യൂക്കേഷൻ ആളുകളുടെ ജീവിത നിലവാരം, അവരുടെ സോഷ്യൽ ലൈഫ്, വേ ഓഫ് ലൈഫ് എല്ലാം മാറുന്നു. അതുകൊണ്ട് ഇറ്റ്സ് എ ടൂൾ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആണ്. നൗഡേയ്സ് മാത്രമല്ല, പണ്ട് തുടങ്ങിയ എഡ്യൂക്കേഷനാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ കിട്ടി ഹൈ ലെവൽ എത്തിയിട്ടുണ്ട്. യെസ്, അതാണ്. ദക്ഷിണ എന്നൊരു യൂട്യൂബ് ഞാൻ വായിച്ചില്ല കേട്ടോ. ദക്ഷിണ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ പ്രോസസ് ഡിഫറെന്റ് ആണ്, ബട്ട് അതൊരു വാല്യൂബിൾ എഡ്യൂക്കേഷൻ ആണ്. യെസ്, ഞാനും കണ്ടിട്ടുണ്ടത്. ഫോളോ ചെയ്യുന്നുണ്ട്. സാരംഗ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അവിടെ പോണെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് അത് കാണുമ്പോ. ഞാൻ അവർക്ക് മെസ്സേജും ഇങ്ങനെ ചാനലിൽ ഇട്ടിരുന്നത്, എനിക്ക് ഇവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട്, ടീച്ചറെ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓക്കെ, സോ എന്താ കരിക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സിലബസിനെയാണോ, എന്തൊക്കെ പഠിക്കണം, ഒരു വർഷം ഒരു കുട്ടി എന്തൊക്കെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കോഴ്സ് ഓഫ് സ്റ്റഡി. അതെന്താ? ദാറ്റ് വിൽ എനേബിൾ ദ ലേണർ ടു അക്വയർ സ്പെസിഫിക് നോളജ് ആൻഡ് സ്കിൽസ്. സ്പെസിഫിക് നോളജും സ്കിൽസും കിട്ടാൻ വേണ്ടി ഒരു ലേണർ എടുക്കുന്ന കോഴ്സ് ഓഫ് സ്റ്റഡിയാണ് കരിക്കുല എന്ന് പറയുന്നത്.
അപ്പം വാട്ട് ഈസ് കോ കരിക്കുലർ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായും വേണമെന്നൊക്കെ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഏത് ബോർഡാണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും CBSE ബോർഡ് ആണെങ്കിലും ICC ആണെങ്കിലും നിർബന്ധമായി കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവരുടെ സിലബസിനോട് ചേർക്കണം. അത് കുറെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ കൊടുക്കും. അതിൽ നിന്ന് സ്കൂളുകൾ സെലക്ട് ചെയ്യും, പിന്നെ അതിൽ നിന്ന് കുട്ടികൾ സെലക്ട് ചെയ്യും അവർക്ക് എന്ത് വേണം എന്നുള്ളത്. ആ രീതിയിൽ പോകുന്നത്. Be dynamic and enable students to bring about desirable social changes. അപ്പം ശരിക്കും എന്താ ഉദ്ദേശം? സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടൊരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറണം നമ്മളുടെ ലേണേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എക്സിസ്റ്റിംഗ് കൾച്ചറിന് ഡിസൈറബിൾ ആയിട്ടുള്ള, അതായത് നമ്മളെപ്പോഴും നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ. അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യില്ല. അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു ഡിസൈറബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വേ ഓഫ് ലൈഫ് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോരോ സൊസൈറ്റിയിൽ ഈ രീതിയിൽ ത്രൂ എഡ്യൂക്കേഷൻ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺസ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള യൂത്ത് അല്ലെങ്കിൽ ജനറേഷൻ ഫോം ചെയ്യുമ്പോൾ അത് ഒരു കൺട്രിയുടെ തന്നെ ഡെവലപ്മെന്റിനെ പോസിറ്റീവ് ആയിട്ടായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട്. അങ്ങനെ ത്രൂ ഔട്ട് ഓൾ ദ വേൾഡ്. ഞാൻ ഇവിടെ ഇപ്പം പറയുവാണ്, മറിയ മോണ്ടിസോറിയുടെ എയിം അല്ലെങ്കിൽ അവരുടെ ഗോൾ ഇത് തന്നെയായിരുന്നു. അതുപോലുള്ള ഒരു ജനറേഷൻ, ഒരു അഡൾട്ടിനെ ഫോം ചെയ്തെടുക്കുക, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡൾട്ട് ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ട് ഫ്രം അവരുടെ ആ ചെറിയ പ്രായം തുടങ്ങി നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ ഇന്റർവെൻഷൻസും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മറിയ മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മോണ്ടിസോറി മെത്തേഡിന്റെ ആക്സെപ്റ്റൻസ് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു മിക്സഡ് വേർഷനാണ് KG സെഷനിലും, അതുപോലെ തന്നെ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് അംഗൻവാടികളിലും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ചിലര് ഇൻഡിവിജ്വലി, ചില അമ്മമാര് വീട്ടിലെ കുഞ്ഞുങ്ങളെ അവർക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല മോണ്ടിസോറി മെത്തേഡ്, അവരിൽ അത് ഉള്ളിൽ അതുണ്ട്, അവരത് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ്. അപ്പൊ എപ്പോഴും ഈ എക്കണോമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ? സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനുള്ള എഡ്യൂക്കേഷനും സാമ്പത്തിക മാറ്റവുമായിട്ട് കണക്ഷൻ ഉണ്ടോ? മീൻസ് സാമ്പത്തിക അല്ല, ഇവിടെ മിസ് പറഞ്ഞില്ലേ സോഷ്യൽ ചേഞ്ചസ് എക്കണോമിക്കൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിനകത്ത് അതെങ്ങനെ കണക്റ്റഡ് ആവുമെന്ന് ചോദിക്കുന്നത്. സാമ്പത്തികമായി അവരെ ഇതാവാൻ വേണ്ടിയിട്ടാണോ? മീൻസ് ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകില്ലേ, പല പല പ്രൊഫഷനിലുള്ള ആളുകളായിട്ട് മാറും. ഇങ്ങനെ ആ ഒരു യൂത്ത് ആ രീതിയിൽ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലാതെ യൂത്ത് ഇരിക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ പ്രശ്നം വരും. അവർക്ക് ഹയർ ലെവലിലെ ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു സൊസൈറ്റിയുടെ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വളരെ ലോ ആയി പോകും. എഡ്യൂക്കേഷൻ കൂടുമ്പോൾ വേ ഓഫ് ലൈഫ് കമന്റ്സ് കുറെ വരുന്നുണ്ട്, അത് വായിച്ചാൽ തന്നെ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും. ഓക്കെ, പിന്നെ അതുമല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫും എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫും വളരെ ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു വേ ഓഫ് ലൈഫ്, സ്റ്റാറ്റസ് എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മള് എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ നമ്മളുടെ വാല്യൂസ്, മോറൽ സൈഡിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമുക്ക് വാല്യൂസ് ഉണ്ടാകും. സോ വി നോ ഹൗ ടു ബിഹേവ്, എങ്ങനെ ഒരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, അങ്ങനെ എങ്ങനെ അവിടെ ജീവിക്കണം. ഈവൻ ദോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും, കുട്ടികളെ നമ്മൾ കുഞ്ഞിലേ തുടങ്ങി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കില്ലേ, ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ അത് അവരങ്ങനെ അത് ചെയ്ത് അവരുടെ ഹൈജീൻ ലെവൽ നല്ലൊരു ഹൈ ലെവലിലായി മാറും. അതേസമയം ഹൈജീൻ കുറവുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ വളരുന്നത്. അതൊന്നും അവർ ശീലിക്കുന്നില്ല. രാവിലെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നില്ല, നഖം വെട്ടുന്നില്ല, കുളിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിനെ വളരെ ലോ ആക്കുവാണല്ലോ. സ്റ്റാറ്റസ് എന്നുള്ള വാക്കുമായിട്ട് കണക്ട് ചെയ്യരുത്, ആ ഒരു സോഷ്യൽ ലെവൽ ഓഫ് ലൈഫ്. ഓക്കെ മാം, ക്ലിയർ.
മാം ഈ കൊറോണ വന്നപ്പോ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളില് അവര് ഓൾറെഡി മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം പറയുള്ളൂ. അപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണതും അങ്ങനത്തെ ഇതാണ് നമ്മുടേത്. അപ്പൊ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ കൊറോണ വന്നപ്പോ അവരെ അത് ബാധിച്ചേ ഇല്ല. അവര് ജീവിതശൈലി എന്നും ഒരേപോലെ തന്നെ ആ സമയങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്തു പോന്നു. കാരണം അവര് കറക്റ്റ് ആയിട്ട് വേസ്റ്റ് പിൻ യൂസ് ചെയ്തു. പിന്നെ അതേപോലെ പുറത്ത് തുപ്പ് അങ്ങനെ ഒന്നും ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അവര് ലൈഫിനെയോ എഡ്യൂക്കേഷനെയോ ജോബിനെയോ ഒന്നും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് കേരളത്തില് അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മള് ജിഷാസ് പറഞ്ഞ പോലെ ഈ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പോവർട്ടി എറാഡിക്കേഷൻ അല്ലേ, നമുക്ക് അതിലൂടെ തന്നെ ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരു പേഴ്സണ് ഒരു ജോലി വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ഒരുപാട് പേർക്ക് പോവർട്ടി എന്ന് പറയുന്ന ഒരു അത് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാഷണൽ ലെവലിലൂടെ നമുക്ക് ഗ്രോത്ത് അതിലൂടെയൊക്കെയാണ് ലഭിക്കുന്നത്. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ടല്ലോ ഗ്രോത്തിൽ. ഞാനൊരു എക്കണോമിക് സ്റ്റുഡന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നെ. ഗ്രീക്ക് തോട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഗ്രീക്ക് എക്കണോമിക് തോട്ടിൽ പറയുന്നുണ്ട്. അത് ആരാ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, കുറെ കാലമായില്ലേ അത് വിട്ടിട്ട്. അതായത് നമുക്ക് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി വയറും കൈകളും തന്നിട്ടുണ്ട്. ആ കൈകൾ ഉപയോഗിച്ച് നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങളുടെ വയറിനെ നിങ്ങളുടെ വിശപ്പിനെ നിങ്ങൾ ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ടീച്ചർ പറഞ്ഞ പോലെ നേരത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിഭവശേഷിയല്ലേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികവും സാംസ്കാരികവും ആയിട്ടുള്ള വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് സിംപ്ലി നമുക്ക് പറയാനുള്ളത് അല്ലേ ടീച്ചർ? താങ്ക് യു ജിഷ. ഓക്കെ, സോ എക്കണോമിക്സ് കാർക്ക് അത് നല്ലപോലെ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് ആ ഫീൽഡ് അറിയാൻ വയ്യാത്തോണ്ട് അതാണ് എനിക്ക് അതൊന്ന് കണക്ട് ആവാതെ വന്ന മാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓർത്തു വെക്കാൻ പറ്റും ഏതാണ് ആ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞ എന്നുള്ള കാര്യം. ഇതിപ്പോ ഒരു വീട്ടിൽ ഒരാൾക്ക് പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ അവരുടെ ആ ഒരു അതുവരെയും അവർ സ്ട്രഗിൾ ചെയ്തതിൽ ഒരു മാറ്റം വരിക, അവരൊന്ന് റിലാക്സ്ഡ് ആവുക, പിടിച്ചു നിൽക്കുക. പഠിപ്പിക്കാനായിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നു. ഇപ്പൊ വീട് വയ്ക്കണം, വാങ്ങണം, അങ്ങനെ, അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റനൻസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ, ഒരു നല്ലൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അത് അവരെ അതുപോലെ ഹെൽപ്ഫുൾ ആകും. അതാണ്. അപ്പൊ ആ ഒരു ലൈഫ് മാറുക. ഇപ്പം കുറെ കാലം എന്റെ ചേച്ചി നേഴ്സായിരുന്നേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. ചേച്ചി ലീവ് എടുത്ത് സൗദിയിലേക്ക് പോയി. ചേച്ചിയുടെ അതുവരെ ഇവിടെ വർക്ക് ചെയ്തപ്പോ കിട്ടിയ ഒരു സാലറി അല്ല സൗദിയിൽ ചെന്നപ്പോ ചേച്ചി കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈല് മാറുക. ഒരു വലിയൊരു വീട് വെക്കുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറെ മാറ്റി വെക്കുന്നു. അവരുടെ ലൈഫ് സ്റ്റൈലേ മാറി. അതുവരെ അവർ വാങ്ങിച്ചിരുന്ന ബ്രാൻഡ് സാധനങ്ങളല്ല പിന്നീട് വാങ്ങുന്നത്, കുറച്ചുകൂടെ ഹയർ ബ്രാൻഡിലുള്ള സാധനങ്ങൾ വാങ്ങും. അതാണ്. അപ്പൊ ഞാനിപ്പോ എനിക്ക് നേരിട്ട് ശരിക്കും അറിയാവുന്ന ഒരാളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ കാര്യം. അപ്പൊ അതാണ് സംഭവിച്ചത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൃഷ്ണ. അവന് ലോണുള്ള പോലെ ഈ ലോകത്ത് വേറൊരു മനുഷ്യനും ലോൺ ഞാൻ കണ്ടിട്ടില്ല. സകലതിനും ലോൺ എടുക്കും. എന്താ പറയാ, ഫസ്റ്റ് സാലറി കിട്ടുന്ന ഫസ്റ്റ് ഡേ തന്നെ അവന്റെ കാശ് മൊത്തം തീരും. പിന്നെ നമ്മള് ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. വളരെ എന്താ പറയാ പരിതാപകരമായിരുന്നു അവന്റെ അവസ്ഥ. ഈവൻ ഒരു ഡ്രസ് ഒന്നും എക്സ്ട്രാ വാങ്ങുന്നില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു കക്ഷി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് US പോകുന്നു. ലൈഫ് സ്റ്റൈലേ മാറി. അതാണ്. നാട്ടില് പിന്നെ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടി, വീട് 2-3 പണിതു. അതുവരെയും കഷ്ടപ്പെട്ട് എല്ലാം ലോൺ വാങ്ങിച്ച് നടന്നിരുന്ന ഒരാള് നല്ലൊരു ജോബ് കിട്ടി US പോയപ്പോഴേക്കും അതാണ് പറഞ്ഞ വ്യത്യാസം. അതാണ് അവരുടെ ലൈഫ് സ്റ്റൈലേ മാറുവാണ്. പിന്നെ ലൈഫ് സ്റ്റൈല് മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 വീടുണ്ട്, കുറെ പ്രോപ്പർട്ടി ഉണ്ട്. US വീട് വെച്ചു, നാട്ടില് 2-3 വീട് വെച്ചു, US വീട് വെച്ചു, നാട്ടില് കുറെ പ്രോപ്പർട്ടി അല്ലാതെ വാങ്ങിച്ചിട്ടിരിക്കുന്നുണ്ട്. സോ അതാണ് ആ ഒരു ഡിഫറൻസ് വന്നത്. അതിനൊരു ഭാഗ്യം കൂടി വേണമല്ലോ ടീച്ചർ. അതെ അതെ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു, നിനക്ക് ഞാൻ കുറെ കാശ് തരാനുണ്ട്, അതിനൊന്നും ഞാൻ കണക്ക് വെച്ചിട്ടില്ല, ഞാൻ തരില്ല എന്ന് എന്നോട് പറയും. അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മള് കാരണം നമ്മള് ചിലപ്പോ ഞാനൊരു 1500 ഒക്കെ ആയിരിക്കും എനിക്ക് മന്ത്ലി അവന് സഹായിക്കാനായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് അന്ന് അതിന് ഭയങ്കര വാല്യൂ ഉണ്ടല്ലോ. ഒരു 20 years ബാക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ അന്ന് അതിനൊരു നല്ല വാല്യൂ ഉണ്ട്.
അപ്പൊ ഇങ്ങനെ പറയും. അതാണ് ആ ഒരു വ്യത്യാസം. അത് അതേസമയം നാട്ടിൽ വീണ്ടും ആയിരുന്നെങ്കിൽ ലോൺ എടുത്ത് മേ ബി വീടൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയേനെ. ആ ഒരു ടേണിംഗ് പോയിന്റ് വന്നു, ആളുടെ ലൈഫിൽ വന്നു. അപ്പൊ എക്കണോമിക് ലെവലിൽ വ്യത്യാസം വന്നു, സോഷ്യൽ ലൈഫിൽ വ്യത്യാസം വന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, ആ ടൈമിൽ അവന്റെ പെട്ടെന്ന് സിസ്റ്ററുടെ ഹസ്ബൻഡ് മരിക്കുന്നു. സിസ്റ്റർക്ക് 3 പെൺകുട്ടികള്. അപ്പൊ പോയിട്ടില്ല, US പോവാറായിട്ടില്ല. ആ സമയത്ത് കടമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ US പോയി കഴിഞ്ഞപ്പോ ആ സിസ്റ്ററിന്റെ കുട്ടികളെയും സിസ്റ്ററിനെയും നോക്കാനായിട്ട് ആൾക്ക് പറ്റി. മറ്റേത് അതൊരു സങ്കടമായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. എങ്ങനെ ഞാൻ അവരെ ടേക്ക് കെയർ ചെയ്യും? അധികം പഠിക്കാത്തൊരു സിസ്റ്റർ, ഒരു ജോലിക്ക് പോകാനായിട്ട് അവരെ കൊണ്ട് പറ്റില്ല. ഒന്നും അറിയാത്തൊരു സിസ്റ്റർ, 3 പെൺകുട്ടികളും, വേറെ ഒന്നുമില്ല. ഹസ്ബൻഡ് ഒന്നും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. അപ്പൊ അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നു, പ്രായമായ പാരന്റ്സിന്റെ കാര്യം നോക്കുന്നു, സ്വന്തം ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നു. ഒരു സാമ്പത്തിക നില മാറിയപ്പോഴേക്കും ആൾക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലേ. സോ ഓക്കെ, അത് ഇതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ അതൊരു ടൂള് തന്നെയാണ് അല്ലെ, ആ ഒരു ലെവലിലേക്ക്. യെസ്, ഡൗട്ട് ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ജിഷ ആ ഒരു ലെവലിലായതുകൊണ്ട്, എക്കണോമിക്സ് പഠിച്ചതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മളോട് ഷെയർ ചെയ്യാനും പറ്റിയത്. ഓക്കെ, സോ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ ശരിക്കും അങ്ങനെ ഒരു വീട്ടിലെ കാര്യം നോക്കുന്നു, അതൊരു സൊസൈറ്റിയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് അതൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് എന്നോ അല്ലെങ്കിൽ ഒരു ഏരിയ എന്നോ നോക്കി നമ്മൾ പോകുമ്പോഴേക്കും നമ്മളുടെ നാഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കണക്റ്റഡ് വിത്ത് ദിസ് എഡ്യൂക്കേഷൻ അല്ലെ. ഒരു രാജ്യത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിള് സാഡിയോ മാനോ, സെനഗൽ എന്ന് പറയുന്ന രാജ്യത്തിനെ മൊത്തത്തില് മാറ്റിയെടുത്തില്ലേ? അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ഈ എക്കണോമിക്കലി വരുന്ന ഒരു മാറ്റം? ഒന്ന് ഷെയർ ചെയ്യാമോ? എല്ലാവർക്കും ഒന്നും അറിയാലോ. അല്ല, സാഡിയോ മാനോ ഫുട്ബോൾ കളിക്കാരനല്ലേ, സെനഗലിന്റെ ഫുട്ബോൾ കളിക്കാരനാണ്. എനിക്ക് തോന്നുന്നത് റയലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതാ ഇപ്പം ക്ലബ്ബ് കളിക്കുന്നതെന്ന്. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും. ഓ, എന്റെ മോൻ ഭയങ്കര ഫുട്ബോൾ ലവറാ. അവൻ പറഞ്ഞ ഈ പേര് എനിക്ക് നല്ല ഫെമിലിയറാ, സാഡിയോ മാൻ. അവൻ പിന്നെ കളിക്കുന്ന, അവൻക്ക് നല്ല വാച്ച് ഇടാം, നല്ല ഫോൺ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് സാധാ നോർമൽ ഫോണാണ്. എന്നിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ അവിടുത്തെ ഏരിയ തന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തു. അത് ഭയങ്കര ഇതായിട്ടുള്ള സ്റ്റോറിയാണ്. എനിക്ക് കറക്റ്റ് അത് എങ്ങനെയാ പറയണ്ടേന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റും. സോ സാഡിയോ എന്നുള്ള പേരൊന്ന് ഓർത്ത് വെച്ചല്ലേ. ഓക്കെ, സോ നാഷണൽ ഗ്രോത്ത് അത് എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മാനേജ്മെന്റ് അത് നല്ല രീതിയിൽ തന്നെ പോകണം അല്ലെ. ആ ഒരു മാനേജ്മെന്റ് നന്നായിട്ട് തന്നെ വേണം. ലൈക്ക് നമ്മൾ ഓരോ മുക്കും മൂലയും പരിശോധിക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ഏരിയയിലും, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിന്റെ എല്ലാ ഏരിയയിലും ആ മാനേജ്മെന്റിന്റെ ഒരു നല്ല ഇടപെടൽ വരണം. അതൊരു അപ്പൊ ആ കാര്യങ്ങളാണ് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മളിതൊരു മാനേജ്മെന്റ് സയൻസ് എന്ന് തന്നെ പറയുവാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സയൻസ് എന്നങ്ങ് ചേർക്കുന്നത്? പണ്ട് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നപ്പോ, പിന്നെ അത് സോഷ്യൽ സയൻസ് ആക്കി. ഈ സയൻസ് ആഡ് ചെയ്യുമ്പോ എന്താ അതിനെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? പറയില്ലേ? എന്തോ ഒരുപാട് എക്സാമ്പിൾസും തിയറീസും പ്രിൻസിപ്പൽ അങ്ങനെയാണോ? അങ്ങനെ വെച്ച് പറയുന്നത് കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഒരു കാര്യം സംസാരിക്കുമ്പോ ഞാൻ പറയാം ഇറ്റ്സ് എ സയൻസ്. അപ്പൊ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫാക്ട് ആണ്. അത് ഇല്ലാത്ത കാര്യമല്ല. ഇറ്റ്സ് എ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് ക്ലോസ്ഡ് ആണ് ചാപ്റ്റർ. ഇറ്റ്സ് എ സയൻസ് എന്ന് പറയുമ്പോൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. സോ അതുകൊണ്ടാണ് മാനേജ്മെന്റ് സയൻസ് എന്ന് തന്നെ പറയുന്നത്. ഇറ്റ്സ് എ ഫാക്ട്. ആ ഒരു രീതിയിൽ അങ്ങനെ സോഷ്യൽ സയൻസ് ആയത്, സോഷ്യൽ സ്റ്റഡീസ് മാറി സോഷ്യൽ സയൻസ് ആവും. സോ അപ്പൊ ഇങ്ങനെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിലെ മാനേജർ എന്ന് പറയുമ്പോൾ അത്രയും അയാൾക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അയാളുടെ റോള് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അയാളുടെ സ്കിൽ അതുപോലെ സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് വരുന്നത്. ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ചിലപ്പോ ചില വേർഡ്സ് സ്പെല്ലിംഗ് തെറ്റുണ്ടാകും, ചിലതിലെ എന്തെങ്കിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവും. മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ചില ഈ ഓട്ടോ കറക്ഷൻ വരുമ്പോൾ ചില മിസ്റ്റേക്കും കൂടെ കയറി വരാറുണ്ട്.
നമ്മൾ നല്ല ഈ ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന്റെ ഒരു സജഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് എന്താ പറയാ വേർഡും അതുപോലെ തന്നെ ഗ്രാമറും ഒക്കെ കറക്റ്റ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ചില സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എനിവേ നിങ്ങളൊന്ന് വായിക്കൂ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് കറക്റ്റ് ചെയ്യും. കാരണം നമുക്ക് വെറുതെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. സോ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് ഓൺ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, റെഡി ചെയ്തോളൂ കേട്ടോ. ഡെപിക്റ്റ് ആണ്. ആ സ്പെല്ലിംഗ് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. DEPIC. ഒരു ഡിസ്ക്രൈബ് ചെയ്യുക, അതാണ് മീനിങ്. ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നത്. സി അവിടെ മിസ്സായി പോയി. DEPICT ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഉള്ളതാണ് ഡെപിക്റ്റ്. മിസ് ഒരു പ്രാവശ്യം കൂടി ആ സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? DEPICT. ടിക്ക് മുമ്പ് സി ഉണ്ട്. സി എന്നുള്ള ആ ഒരു ലെറ്റർ അവിടെ മിസ്സിംഗ് ആണ്. ഡിസ്ക്രൈബ് ചെയ്യുക, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതാണ് മെയിൻ. ചാറ്റ് ബോക്സും കൂടെ നോക്കിക്കോ, ചിലരത് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഹെൽപ്ഫുൾ ആയിരിക്കും. ഡെപിക്റ്റ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് അതിനെ പറ്റി വിവരിക്കാൻ പറഞ്ഞൂടെ മാം? അതെ അതെ, ഒരു ഡിസ്ക്രിപ്ഷൻ, നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ. ജോലി പറഞ്ഞ നല്ല രീതിയിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ മാം, താങ്ക് യു. ഡിസ്ക്രൈബ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ അതിനെ ഈ പറഞ്ഞതുപോലെ സൂക്ഷ്മമായി കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ ചിത്രീകരിച്ചു കൊണ്ടുവരുന്നു, വിശദീകരിക്കുക എന്നൊക്കെ പറയണല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആണെങ്കിൽ ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് എന്ന് പറയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് അവിടെ ഡെപിക്റ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ്. എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? സമയം നമുക്കുള്ളൂ. സോ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് മെയിൻ ആയിട്ടും എന്തെല്ലാം ഫോക്കസ് ചെയ്യുന്നു ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. മാനേജ്മെന്റ് സയൻസിലെ തിയറീസ് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. എന്താണ് ആ റോൾ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റിയും അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ മാനേജറുടെ സ്കിൽസ്, അയാൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ആ മാനേജർ. കാരണം വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഗ്രോയിങ് പ്രോസസ്സിലേക്ക് പോകുന്നതാണ്. അപ്പം ആളുടെ സ്കില്ലും അതുപോലെ തന്നെ നമ്മളെല്ലാം മൂർച്ച കൂട്ടുക എന്നൊക്കെ പറയില്ല, അതുപോലെ സ്കില്ല് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഏരിയയെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ? ഓരോ വർഷം കഴിയുന്തോറും പണ്ടൊരു എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയാൻ ഇപ്പൊ പല പല കോഴ്സസ് ആണ് വരുന്നത്. ഇപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് ആക്കി, അങ്ങനെ പല പല മാറ്റങ്ങൾ വന്നു. ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആയി. PGയും PhDയും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള 5 years ഇന്റഗ്രേറ്റഡ് പ്ലാൻ, അങ്ങനെ പല പല ലെവലിലും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാക്രോ ലെവൽ. എന്താ മാക്രോ ലെവൽ എന്ന് പറഞ്ഞു? ഹയർ ലെവൽ, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളത്, ലാർജ് സ്കെയിലിലേക്ക് പോകുന്നത്. ചില പാർട്സ് ആയിട്ടുള്ളതല്ല,
ഹോൾ പാർട്ടിനെ എയിം ചെയ്യുന്ന രീതിയിൽ, അതാണ് മാക്രോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് എന്താ പറയാ, ഈ ക്യാമറയുടെ ലെൻസ് ഉണ്ടല്ലോ, മാക്രോ ലെൻസസ് എന്നൊക്കെ പറയുന്നത്, അതെന്ന് പറയുന്നത് വളരെ ചെറിയ ഡീറ്റെയിൽസ് തന്നെ എൻലാർജ് ചെയ്ത് വലിയൊരു ലാർജ് പാർട്ടായിട്ട് കാണിക്കുന്ന രീതിയിൽ. ഈ റിലേറ്റഡ് ടേംസ് പറയുവാണെങ്കിൽ മൈക്രോ ലെവൽ, നമുക്ക് അവിടെ മൈക്രോ ലെവൽ വരുന്നുണ്ട്. അതെ, മൈക്രോ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ചുരുങ്ങിയ രീതിയിലുള്ള നാരോ ആയിട്ടുള്ള മൈക്രോ ലെവല് പുഴുവിന്റെ കണ്ണിലൂടെ കാണുന്നതാണെങ്കിലും മാക്രോ ലെവല് പക്ഷിയുടെ കണ്ണിലൂടെ കാണുന്നതാണെന്ന് പറയും. മൈക്രോ ലെവല് വോം ഐ വ്യൂ ആണെങ്കിൽ മാക്രോ ലെവല് ബേർഡ് ഐ വ്യൂ എന്നുള്ള ഇത് പറയും. നമ്മള് എക്കണോമിക്സിൽ പഠിക്കണല്ലേ. ന്യൂ ഇൻഫർമേഷൻ ആണ് എനിക്കത്. വെരി ഗുഡ്, എനിക്കത് ഭയങ്കര ഒരു കമ്പാരിസൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം ലെവൽ ഉണ്ട്, മെസോ ലെവൽ എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഒരു അനാലിസിസ് മൈക്രോയ്ക്കും മാക്രോയ്ക്കും ഇടയ്ക്കുള്ള ഒരു ലെവൽ, മെസോ ലെവൽ. ഓക്കെ, സോ മാക്രോ ലെവൽ എന്ന് വെച്ചാൽ ഹയർ ലെവൽ, ലാർജ് സ്കെയില്, ഹോൾ കാര്യങ്ങളുടെ ആ ലെവലിലെ ഗോൾസ്, പ്രിൻസിപ്പിൾ അതെല്ലാം വരുന്നു. അതിന്റെ അപ്രോച്ചസ്, പ്രോസസ്, ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ. പിന്നെ സ്മോൾ ലെവലില് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ എന്താ പറയുക, സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആണ്. അതിന്റെ ഗോൾസ്, പ്രിൻസിപ്പിൾസ്, അപ്രോച്ചസ്, പ്രോസസ് അതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ ലെവലില്, സ്മോൾ സ്കെയിലില് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് സക്സസ്ഫുൾ ടീം ബിൽഡിംഗ് എല്ലാം ഇതിൽ വരുന്നു. ഫോക്കസ് ചെയ്യുന്ന മറ്റു ഏരിയകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് IT സെഷൻ എന്തായാലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ഇൻഫർമേഷൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കണം. പിന്നെ കരിക്കുലർ മീൻസ് അക്കാദമിക്. കോ കരിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ അക്കാദമിക്സ് അല്ലെ, നമ്മൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പലതരം ആക്ടിവിറ്റീസ്, പിന്നെ അക്കാദമിക് കലണ്ടർ ഉണ്ടാവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, അതിന്റെ മെയിൻ്റനൻസ്. നമുക്കറിയാലോ, പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഗവൺമെന്റ് ഒരു അക്കാദമിക് കലണ്ടർ ഇറക്കും. എപ്പോഴൊക്കെയാണ് അവധികൾ, ഓണം എക്സാം ഏത് ടൈമിലാണ്, അങ്ങനെ ഇങ്ങനെ SLC ചെയ്തിട്ട് എക്സാം ഏത് ടൈമിൽ വരും എന്നുള്ള സ്റ്റേറ്റ് ഒരു കലണ്ടർ ഇറക്കാറുണ്ട്. സിമിലർലി CBSE ബോർഡിനുണ്ടാവും, ICC ബോർഡ്, അങ്ങനെയുള്ള ഏതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും അവർക്കൊരു അക്കാദമിക് കലണ്ടർ ഉണ്ടാവും. ഏത് ടൈമിലാണ് പരീക്ഷ നടക്കുന്നത്, ഏത് ടൈമിലായിരിക്കണം അവരുടെ സ്പോർട്സ്, ഏത് ടൈമിലായിരിക്കണം ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കലണ്ടർ. പിന്നെ കുട്ടികളുടെ അച്ചീവ്മെന്റിന്റെ ഇവാലുവേഷൻ അത് നടക്കണം. റെക്കോർഡ്സ്, പലതരം കാര്യങ്ങൾ, സ്കൂൾ റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ് ഉണ്ടാകും, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാകും, ലീവ് രജിസ്റ്റർ ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇത് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഒരു ഫണ്ട് ഉണ്ട് സ്കൂളിലെങ്കിൽ PTA ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഡ്ജറ്റ് പ്ലാനിങ്, അങ്ങനെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നു. മാക്രോ ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളും മൈക്രോ ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതാണ് അത് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിം ആണ് അടുത്തത് വരുന്നത്. ജസ്റ്റ് അത് ഞാൻ സ്ക്രോൾ ചെയ്ത് വെക്കുക, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഹെൻറി ഫോയലിന്റെ എല്ലാരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഹെൻറി ഫോയലിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം. എല്ലാരും ഫെമിലറൈസ് എക്കണോമിക്സ് അവർക്ക് എന്തായാലും അതിനെപ്പറ്റി അറിയായിരിക്കും. ഞാനൊക്കെ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ ഹെൻറി. ഞങ്ങൾക്ക് ഒരു പേപ്പർ അങ്ങാണ്ട് മാനേജ്മെന്റിന്റെ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പൊ ആ സമയത്ത് ഹെൻറി ഫോയലിന്റെ ഈ പ്രിൻസിപ്പിൾസ് മാത്രം അതിനുണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയുണ്ടാവും അല്ലെ. ഓക്കെ, സോ എയിം ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എയിം ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ് അതാണ് നെക്സ്റ്റ് പറയുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി മാനേജ്മെന്റ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വിത്തിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്രിയേറ്റിംഗ്, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് എൻഹാൻസ് ചെയ്യുന്നു, കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ പിന്നെ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ടാവും അല്ലെ. ഈവൻ ദോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ താഴെ ഒരു ഓട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ അങ്ങനെയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടല്ലോ ഒരു ഓട്ടോയിൽ കയറുമ്പോഴേക്കും. ഇപ്പൊ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നമ്മളുടെ പാരന്റ്സ് അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്ന ഒരു അടുത്തൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിൽ അവരോട് ചോദിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ല. സോ ഒരു പബ്ലിക് ഇമേജ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അത് മെയിൻറ്റെയിൻ ചെയ്യാം.
ഹ്യൂമൻ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക. അത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും അവിടെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആ ഒരു ഓഫീസ്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ആൾക്കാർ. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഒരു ദിവസം ലീവ് ആയാൽ അവസ്ഥ മാറിപ്പോകില്ലേ? അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് വരെ വളരെ ഇമ്പോർട്ടന്റ് പ്രൈം ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ്. ഓക്കെ, ഒരു ടീച്ചർ ലീവ് എടുത്താൽ എങ്ങനെയെങ്കിലും മറ്റു ടീച്ചർമാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലീനിങ് സ്റ്റാഫ് ലീവ് എടുത്താൽ അല്ലെങ്കിൽ ഡ്രൈവർ ലീവ് ആയാൽ വേറൊരു ഡ്രൈവർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ആയിരിക്കും ചില സ്കൂളുകളിൽ. അവർക്ക് അങ്ങനെ ഒരു പൈലറ്റ് ഇതായിട്ട് ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അത് വലിയ വലിയ സ്കൂളുകൾക്ക് അങ്ങനെ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ചെറിയൊരു സ്കൂളിന് പെട്ടെന്ന് ഒരാൾ ലീവ് എടുക്കുമ്പോഴേക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പൊ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആണ് ആ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട്. ഞാൻ വേറൊരു ക്ലാസ്സിൽ വേറൊരു സെഷനിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു സ്കൂള് നടത്തുന്ന ഒരു ഫാമിലി വർഷങ്ങളായിട്ട് നടത്തുന്ന സ്കൂള് CBSE ആണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് അഫിലിയേഷൻ ഒന്നുമില്ല. അപ്പൊ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളേ ഉള്ളൂ, KG തുടങ്ങിയിട്ട് കുട്ടികളുണ്ട് അവിടെ പഠിപ്പിക്കാൻ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ്, അവർക്കൊക്കെ പേയ്മെന്റ് ഉണ്ട്, പക്ഷെ ചെറിയ സാലറി, പക്ഷെ സർവീസ് എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നതാണ്. ആരും B.Ed അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല, പഠിപ്പിക്കാൻ ഇഷ്ടമായിട്ട് അത് നല്ലപോലെ കുട്ടികളെ കെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്കൂളാണ്. പാരന്റ്സിനും ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു അഭിപ്രായമാണ് ആ സ്കൂളിനെ കുറിച്ച്. അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ലാണ്ട് അവരുടെ പേയ്മെന്റിനെ കുറിച്ച് അവര് വരുന്ന സ്റ്റാഫ് ബോധർ ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ആക്ടിവിറ്റീസും അവര് എന്താ പറയാ സമ്മർ വെക്കേഷൻ സമയത്ത് ക്യാമ്പ് പോലെയൊക്കെ നടത്തും. ക്യാമ്പ് മീൻസ് മോർണിംഗ് വന്ന് വൈകിട്ട് കുട്ടികൾ പോകും. പക്ഷെ ഒരു വീക്ക് അല്ലെങ്കിൽ 5 days അപ്പൊ അതിന് എന്നെ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കും ഇഷ്ടം അവിടെ പോകാനൊക്കെ ആയിട്ട്. അത് നല്ലൊരു രസമാണ് അവിടെ പോകും. അങ്ങനെ അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ സ്റ്റാഫ് ഇടയ്ക്കിടയ്ക്ക് പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ക്രിയേറ്റിംഗ് ഒരു മെയിൻറ്റെയിനിങ് എ ജെന്യൂൻസ് ഒരു ഫ്രണ്ട്ലി വാംത് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, കോഹെസീവ് അറ്റ്മോസ്ഫിയർ. കോഹെസീവ് മീൻസ് യുണൈറ്റഡ്, എല്ലാരും ഒന്നാണെന്നൊരു ഫീല് അല്ലെ. ഒരു സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു രീതിയിലുള്ള കോഹെസീവ് അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്തെങ്കിലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മൂലം എന്തെങ്കിലും ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതങ്ങനെ എല്ലാ രീതിയിലും മാനേജ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പറ്റണം. അങ്ങനെ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈവൻ CBSE സ്കൂളിലൊക്കെ പറയും PTA ഇല്ലാന്ന്. പക്ഷെ എന്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂൾ CBSE ആണെങ്കിലും അവിടെ സിസ്റ്റേഴ്സ് അവർക്ക് നിർബന്ധമാണ്. കാര്യം CBSE അനുസരിച്ച് ചുറ്റുമുള്ള പല സ്കൂളുകളിലും PTA ഇല്ല, PTA മീറ്റിങ്ങുകൾ വെക്കാറില്ല. അപ്പൊ അങ്ങനെ അവര് സ്കൂളിന്റെ മാനേജർ തീരുമാനിച്ചു പാരന്റ്സുമായിട്ട് നമുക്കൊരു ബോണ്ടിങ് വേണം. സോ അവര് എല്ലാ മാസവും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസും അറിയിക്കും. അങ്ങനെയുള്ള രീതിയിലൊരു PTA ഉണ്ട്. അതുപോലെ ചില സ്കൂളുകളുടെ ഒരു ഓരോരുത്തരും അവരുടെ മാനേജ്മെന്റ് അതിൻ്റെതായ ഒരു നല്ലൊരു ബന്ധം കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കും. സോ നിങ്ങൾ വായിക്കൂ ഇതെല്ലാം. നമുക്ക് ഇതൊരു ഡ്രൈ ആയതുകൊണ്ടാണ് ഇന്ററാക്റ്റീവ് സെഷനെ നമ്മൾ അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഇന്ററാക്റ്റീവ് സെഷൻ ആട്ടോ. കാരണം എനിക്കും വളരാം, നിങ്ങൾക്കും വളരാം അല്ലെ. നമുക്ക് കുറെ ഇൻഫർമേഷൻസ് ഇതിലൂടെ കിട്ടും. ഈവൻ തോ സംസാരിക്കുന്നുണ്ട്, ചാറ്റിൽ വരുന്നുണ്ട്, കുറെ പേര് ചാറ്റിൽ മെസ്സേജസ് ഇടുന്നുണ്ട്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു. ഞാനിപ്പോ ഒരു മെസ്സേജ് വായിച്ചതിന് താങ്ക് യു പറഞ്ഞാണ്. ഞാൻ വീട്ടിലും കൂടിയല്ലേ സിനി. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ക്ലാസ് എടുക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് നെക്സ്റ്റ് ക്ലാസ് അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല. ഹസ്ബൻഡിനെ തന്നെയൊക്കെ അറിയാം. അപ്പൊ എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഞാൻ ഇറങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചാലേ വരുള്ളൂ എന്ന് അവർക്കൊക്കെ അറിയാം. മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. മിസ്സേ, കഴിഞ്ഞ ആഴ്ച മിസ് അസൈൻമെന്റ് തന്നായിരുന്നല്ലോ. അപ്പം എന്റെ കണ്ണിൽ ഒരു ഈച്ച കുത്തിയിട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കണ്ണ് കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ അതൊന്ന് ഓപ്പൺ ആക്കിയത്. ഞാനിന്ന് ധൃതിയിട്ട് ഇതെല്ലാം അയച്ചിട്ടുണ്ട്. അസൈൻമെന്റ് അശ്വതി മിസ്സിന്റെ മാഡത്തിന്റെ അയച്ചിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയി പോയോ എന്നിട്ട് ഞാൻ ആ ഫോൺ നമ്പറിൽ അയച്ചേക്കുന്നത്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ലാഗ് ചെയ്തിട്ട് ഇങ്ങനെ മിസ്സുമാർക്ക് തരാം. എനിക്കറിയില്ല ആർക്കാ തരുന്നതെന്ന്. ഞാൻ ലേറ്റ് ആയോ? ഇനി അത്
അതൊന്നും പ്രോബ്ലം ഇല്ല മായ, കാരണം ഇതൊരു ജെനുവിൻ റീസൺ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അസൈൻമെന്റ് വെരിഫൈ ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മൾ ഈ അസൈൻമെന്റ് ഡീറ്റെയിൽസ് എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് ഞങ്ങൾ അസൈൻമെന്റ് നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ അറിയിക്കും, ഇൻഫോം ചെയ്യും. കാരണം ഇത്രയും പേർ ഒരു മിസ്സിനിരുന്ന് നോക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പൊ അതിനൊരു ടീം മെമ്പേഴ്സ് ഉണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അവരായിരിക്കും അത് വെരിഫൈ ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ PG ബാച്ച് അതുപോലെ തന്നെ MT1 MT2ഉം 3 ഒരുമിച്ചാട്ടോ. MT3 എന്ന് നമുക്കത് പറയാം, MT4 MT5 MT6 MT7 MT8 MT9 വരെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. MT9 ഞാൻ എടുക്കുന്ന MT9 വരെ ഇത്രയും ബാച്ചും അതിൽ തന്നെ ഒരു 100-നടുത്ത് സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഓരോ ടീച്ചർമാരും പല പല അസൈൻമെന്റ് കൊടുക്കും. അപ്പൊ ഒരു ബണ്ടിൽ ഓഫ് അസൈൻമെന്റ് ആയിരിക്കും അവിടെ എത്തുന്നത്. ഇത് അപ്പൊ പല 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 ക്ലാസ്സുകളുടെയും പല പല സബ്ജക്റ്റിന്റെയും അസൈൻമെന്റുകൾ വരുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അത് എല്ലാം വെരിഫൈ ചെയ്യണമല്ലോ. അതാണ് പലപ്പോഴും ഡിലേ ആവുന്നത്. എന്നാലും സാറ് പറഞ്ഞിട്ടുണ്ട് 2 വീക്സ് അതിനുള്ളിൽ തന്നെ ചെയ്തു തരാനായിട്ട് മാക്സിമം ആ ഒരു ടീം ട്രൈ ചെയ്യുന്നതാണ് പറയുന്നത്. അവർക്ക് വേറെയും ഞാൻ ലേറ്റ് ആയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മീൻസ് അങ്ങനെ പറ്റിപ്പോയതുകൊണ്ടാ. ചിലരുടെ പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്, ചിലരുടെ അങ്ങനെ അത് അവര് നോക്കുന്ന ഒരു ഇത് അതൊന്നും പ്രശ്നമില്ല, ഒന്നും പ്രോബ്ലം ഇല്ല. ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഞാൻ സാറിനോട് പറയാറുണ്ട്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ. Ma'am, can I do the sign out? Thank you, ma'am. Good night, ma'am. ഫാത്തിമ നേരത്തെ പറഞ്ഞായിരുന്നു, കുറെ പേരൊക്കെ പോയി. Good night, ma'am. Sign out പറ. Goodbye, everybody. We had a good day. Goodbye, everybody. It's time to say goodbye to my teacher. Goodbye to my friends. Goodbye, everybody. Till I see you again. Leave your hands left. Leave your hands right. Turn around once and clap your hands twice. Step to the left, step to the right, jump to the middle and jump out right. Goodbye, everybody. We had a good day. Goodbye, everybody. It's time to say. എന്റെ മോള് പാടി പറയുന്നതാണ്. മനസ്സിലായി. താങ്ക് യു. അടിപൊളി ഫാത്തിമ, അടിപൊളി. താങ്ക് യു മാം. നന്നായിരുന്നു. കുട്ടികൾക്ക് കുറെ നല്ല പാട്ട് കേൾക്കുന്നു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Good night. Bye. Thank you, ma'am. Good night. Bye. Thank you, ma'am. Hello, Miss A. Good night. Bye. Good night, ma'am. ഡിപ്ലോമ വെച്ചിട്ട് നോക്കുമ്പോ PG ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ട്. PG ഞാൻ കേട്ടില്ല. PG കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ട് പോർഷൻസ് ഒക്കെ. PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്കൂൾ ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് മാനേജ്മെന്റും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോ ഇത്രയില്ലേ, കുറച്ചുകൂടെ ലൈറ്റ് ആയിരുന്നു. പക്ഷെ 7 years back അല്ലേ, കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പൊ വരുന്നത്.
ഭയങ്കര ഡെപ്തില്. അപ്പൊ ഞാൻ അതാണ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ നമുക്ക് കുറെ അത് ഈസി ആയിരിക്കും. കാരണം ചിലർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നതേ. ശരിയാണ്. പക്ഷെ ചിലവർക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല, ചിലവർക്ക് എന്താന്നറിയില്ല. ശരിയാവും. അത് കുറെ ബാച്ച്. ബൈ. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല എന്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. ഹസ്ബൻഡ് അവളെ ഇനിയും ക്ലാസ് ഉണ്ടോ അല്ലേ തീർന്നോ? അയ്യോ ഇനി ക്ലാസ് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സെഷൻ ഉണ്ട്, ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ. ഞാൻ ഫെഡപ്പായി പോകും, അതുകൊണ്ട് ഞാൻ കയറാത്തത്. 9 to ഒരു സമയത്ത് 21 ഡേയ്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ് ജേർണി എന്ന് പറഞ്ഞിട്ട് ആള് ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്, പക്ഷെ എന്നെ കൊണ്ട് വയ്യ. മിസ് രാവിലെ 9 മണിക്ക് കയറുവോ? ഇല്ല, 10:30ക്കാണ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ദിവസം 3 ക്ലാസ്സസ് ഉണ്ടാവും. വെനസ്ഡേസ് ഞാൻ ഈ പറയുന്ന പോലെ പുറത്ത് ഒരു സ്കൂളിൽ പോകുന്നത്, അപ്പൊ അന്നത്തെ ദിവസം ക്ലാസ് ഇല്ല. ഫ്രൈഡേ ഒരു ക്ലാസ് ഉണ്ട് വേറൊരു സ്കൂളിൽ. എനിക്ക് 3:30 ആവുമ്പോ എത്തണം. 3:30 തുടങ്ങി 5:30 വരെ അവിടെ സെഷൻ ഉണ്ട്. വെനസ്ഡേ ആണ് ഞാൻ നമ്മുടെ ക്ലാസ്. ഫ്രൈഡേ ഒരു ക്ലാസ്സേ ഉള്ളൂ, വെനസ്ഡേ ഒരു ക്ലാസ്സും ഇല്ല. ഫ്രൈഡേ PGയുടെ ക്ലാസ് രാത്രി, പകൽ വരണം. Okay then, bye. Good night, miss. Bye. Good night, miss. Bye. Certainly, always encourage ചെയ്യാനുള്ളതാണല്ലോ നമ്മൾ ഇവിടെ. പരസ്പരം നമ്മൾ എൻകറേജ് ചെയ്തോണ്ടിരിക്കും, മോട്ടിവേറ്റ് ചെയ്യും. രസ്നയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നു, അത് തന്നെയാണോ എന്നൊന്ന് പറയണേ. 8912-9052 ആണോ? ഒന്ന് കൺഫേം ചെയ്യാനാണ്. ഞാനത് വേറെ എവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. സൺഡേ ഓർ സാറ്റർഡേ ഞാൻ കോൾ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഞാനിന്ന് ലീവ് ചെയ്തോട്ടെ. എന്റെ ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടിരിക്കേണ്ട, അവർ എത്താറായി തോന്നുന്നു. ഓക്കെ, ബൈ.